ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോൾവിൻ. അസിസ്റ്റൻറ്റ് ജയിലർ 2019 പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കഴിഞ്ഞ ഭാഗത്ത് പാർട്ട് 1 അപ്പോൾ പാർട്ട് 2 നമ്മൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 1 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. നമുക്ക് 31 മുതലുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. കുമാരനാശാൻ ഡയഡ് ഇൻ ദ ഇയർ. അപ്പോൾ കുമാരനാശാൻ ഡയഡ് ഏത് വർഷമാണ് അന്തരിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. 1924 അപ്പോൾ കേരള PSC കോമൺ ആയിട്ട് ചില ആളുകളുടെ മാത്രമാണ് ബർത്ത് ഡേറ്റും അതേപോലെ ഡെത്ത് ഡേറ്റും ചോദിക്കാറുള്ളത്. കുമാരനാശാൻ, അതേപോലെ ശ്രീനാരായണ ഗുരു, ഇവരുടെയൊക്കെ എന്ത് ചെയ്യണം, ബർത്ത് ഡേറ്റ്, ഡെത്ത് ഡേറ്റ്, അതേപോലെ ജന്മസ്ഥലം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. കുമാരനാശാനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് കൂടി നമുക്കിവിടെ ഓർമ്മിച്ചേക്കാം. ഒന്ന് എന്താണ്, ജനിച്ച സ്ഥലമാണ്. ജനിച്ച സ്ഥലം കായിക്കര ഗ്രാമമാണ്. ഓക്കെ, അത് ഓർമ്മിക്കുക, കായിക്കര ഗ്രാമം. അതേപോലെ 1903 അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ SNDP യോഗം സ്ഥാപിച്ചു. SNDP യോഗം യാചിച്ചപ്പോൾ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയത് ആരാണ്? 1903 ഈ കുമാരനാശാനാണ്. അപ്പോൾ ഈ 1904 എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ SNDPയുടെ മുഖപത്രമായിട്ടുള്ള വിവേകോദയം പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എഡിറ്റർ, പത്രാധിപർ എന്ന് പറയുന്നത് ആരായിരുന്നു? കുമാരനാശാനായിരുന്നു. അപ്പോൾ വിവേകോദയത്തിൻ്റെ എഡിറ്റർ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആരാണ്? കുമാരനാശാനാണ്. 1903 ജനറൽ സെക്രട്ടറി ആവുന്നത് കുമാരനാശാൻ. പിന്നെ അദ്ദേഹം മരിച്ചതാണ് റെഡിമർ ബോട്ട് അപകടം. അപ്പോൾ റെഡിമർ ബോട്ട് അപകടം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഏതാണ്? പല്ലനയാറ്റിൽ വെച്ചിട്ടാണ് റെഡിമർ ബോട്ട് അപകടം നടന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ കൂടി ഓർമ്മിച്ചേക്കാം. വീണപൂവ്, നളിനി, ലീല, ദുരവസ്ഥ, ചിന്താവിഷ്ടയ സീത, ഇവയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. 32ാമത്തെ ക്വസ്റ്റ്യൻ, ഓഥർ ഓഫ് ദ ശിവയോഗ രഹസ്യം. ശിവയോഗ രഹസ്യം എഴുതിയിരിക്കുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം ബള്ളി. ബള്ളിയാണോ ബുള്ളിയാണോ പ്രൊണൗൺസിയേഷൻ എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്വസ്റ്റ്യൻ? അത് ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ്. ഹോക്കിയുമായി ബന്ധപ്പെട്ട കുറേ ടേംസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് നോക്കാം. ഹോക്കിയുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ ടേംസും ഇതിൽ വരുന്നുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു എമംഗ് ദ ഫോളോയിങ് പ്ലെയർ വാസ് ദി ഫസ്റ്റ് ടു സ്കോർ എ ഡബിൾ സെഞ്ചുറി ഇൻ ODI ക്രിക്കറ്റ് ടൂർണമെൻറ്റ്? അതായത് 1 ഡേ ഇൻ്റർനാഷണലിലെ ഡബിൾ സെഞ്ചുറി, അതായത് 200 എടുക്കുന്ന ആദ്യത്തെ കളിക്കാരൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ്. 35, ഹൂ ഇസ് ദ ഓഥർ ഓഫ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ള ബുക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ബുക്ക്സ് സാധാരണയായിട്ട് ചോദിക്കാറുള്ള ബുക്സ് ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന് എന്താണ്? എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം തന്നെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ദ തിയറി ഓഫ് എവരിതിങ്. തിയറി ഓഫ് എവരിതിങ് ഓർമ്മിക്കുക, അദ്ദേഹത്തിനാണ്. ദ ഗ്രാൻഡ് ഡിസൈൻ അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെയുള്ളത് എന്താണ്? ബ്ലാക്ക് ഹോൾസ് ആൻഡ് ദി ബേബി യൂണിവേഴ്സ് ആൻഡ് അതർ എസ്സേസ്. അപ്പോൾ മെയിനായിട്ട് ഇത് ഓർമ്മിക്കുക, ആദ്യത്തെ 2-3 സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 36, ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് അറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൊൽക്കട്ടയാണ്. ഈ ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചിട്ട് PSC സാധാരണയായിട്ട് കോമൺ ആയിട്ട് ചോദിക്കുന്ന, PSC അതേപോലെ ജനറൽ എക്സാംസിന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഫസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാം എന്ന് പറയുന്നത് കല്ലണി ഡാമാണ്. കല്ലടി ഡാം കാവേരി നദിക്ക് കുറുകെയാണ് കല്ലണി ഡാം വരുന്നത്. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് വെൽ ഏതാണെന്ന് വെച്ചാൽ മാതാ ഭവാനി സ്റ്റെപ്പ് വെല്ലാണ് ഗുജറാത്തിലുള്ളത്. ഇനി ഫസ്റ്റ് ടെമ്പിൾ കൺസ്ട്രക്റ്റഡ് ഫ്രം എ സിംഗിൾ റോക്ക് ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്ത ആദ്യത്തെ ടെമ്പിൾ എന്ന് പറയുന്നത് കൈലാസ ടെമ്പിളാണ്. എല്ലോറയിലുള്ള കൈലാസ ടെമ്പിളാണ്. കൃഷ്ണ 1, അതായത് രാഷ്ട്രകൂത കിങ് കൃഷ്ണ 1 ഇതിൻ്റെ കൺസ്ട്രക്ട് ചെയ്തതെന്ന് ആ ടൈമിലാണ്. അടുത്തത് ഫസ്റ്റ് ട്രൂ ഡോം ഇൻ ഇന്ത്യ. ആദ്യത്തെ ട്രൂ ഡോം എന്ന് പറയുന്നത് അലൈ ദർവാസയാണ്. കുത്തബ് മിനാർ കോംപ്ലക്സിലുള്ള അതേ അലൈ ദർവാസയാണ് അലാവുദ്ദീൻ ഖിൽജി നിർമ്മിച്ച അലൈ ദർവാസയാണ് ആദ്യത്തെ ഫസ്റ്റ് ട്രൂ ഡോം എന്നറിയപ്പെടുന്നത്. അതേപോലെ ഫസ്റ്റ് ചർച്ച് ഇൻ ഇന്ത്യ, സെൻറ്റ് തോമസ് ചർച്ചാണ്. സെൻറ്റ് തോമസ് ചർച്ച് പാലയൂർ. പിന്നെയുള്ളത് ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ, ചെരമാൻ ജുമാ മോസ്ക് ഇൻ കൊടുങ്ങല്ലൂർ താലൂക്ക്, തൃശ്ശൂർ. അപ്പോൾ ഇത് ഓർമ്മിച്ചേക്കാം. ഇതിലുള്ളധികം പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഫൗണ്ടർ ഓഫ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ ആക്കുന്ന 2 ഫാക്ട്സ് ഉണ്ട്. ഒന്നാമത്തെ പറയാം, സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ 1905 പൂനെയിൽ വെച്ചാണ്. എന്നാൽ ഇതേപോലെ തന്നെയുള്ള ഒരു സൊസൈറ്റി കൂടി സ്ഥാപിച്ചിട്ടുണ്ട്, സർവൻസ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റി സ്ഥാപിച്ചിരിക്കുന്നത്
ലാല ലജ്പത് റായിയാണ്. അത് 1921. സോ രണ്ടും മാറിപ്പോയത്. ലാല ലജ്പത് റായ് പ്യൂപ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി കൺഫ്യൂഷനൊക്കെ ഒഴിവാകും. ലാല ലജ്പത് റായ് പ്യൂപ്പിളായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഫാക്ട്സ് വെച്ച് എന്ത് ചെയ്താൽ മതി, കണക്ട് ചെയ്ത്. അതായത് ലാല ലജ്പത് റായ് എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. ഈ സൈമൺ കമ്മീഷൻ്റെ വരുന്നതായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്നു. അപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് കൊല്ലപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഓർമ്മിച്ച് കഴിഞ്ഞാൽ ലാല ലജ്പത് റായിനെ നമുക്കവിടെ കണക്ട് ചെയ്യാം. ആ ഒരു സൈമൺ കമ്മീഷൻ്റെ ആ ഒരു കൊല്ലപ്പെട്ട ഇത് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണ് ഭഗത് സിംഗ് എന്ത് ചെയ്യുന്നത്, ഗൂഢാലോചന കുറ്റവും അതിൻ്റെ ശേഷം ഉണ്ടായിരുന്ന തൂക്കി കൊല്ലലൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ വിച്ച് അമംഗ് ദ ഫോളോയിങ് ലാംഗ്വേജ് ഫസ്റ്റ്ലി അറ്റൈൻഡ് ദി ക്ലാസിക്കൽ സ്റ്റാറ്റസ്. ഫസ്റ്റ് ക്ലാസിക്കൽ സ്റ്റാറ്റസ് ലഭിച്ച ഭാഷ എന്ന് പറയുന്നത് എന്താണ്? തമിഴാണ്. ഓക്കെ, അപ്പോൾ തമിഴ്, കന്നഡ, മലയാളം, ഒഡീഷ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയിരിക്കുന്ന തെലുങ്ക്. ഇവയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതുവരെയായിട്ട് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒഡിയാണ് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഒഡിയ 2014. അപ്പോൾ മലയാളം ഓർമ്മിക്കുക, മലയാളം 2013 മലയാളത്തിന് ക്ലാസിക്കൽ സ്റ്റാറ്റസ് പദവി കിട്ടുന്നത്. ഹു ഈസ് ദ ഓഥർ ഓഫ് ദി നോവൽ പതർ പഞ്ചാലി. പതർ പഞ്ചാലി എന്നുള്ള നോവലിൻ്റെ ഗ്രന്ഥകർത്താവ് വിഭൂതിഭൂഷൺ ബന്ദ്യോപാധ്യായാണ്. 40 കിങ് ജോങ് യുൻ ഈസ് ദ പ്രസിഡന്റ് ഓഫ്. കിങ് ജോങ് യുന് നോർത്ത് കൊറിയയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ നോർത്ത് കൊറിയ സൗത്ത് കൊറിയയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ഇവിടെ പറയാം. ഒന്ന്, ആദ്യത്തെ നോർത്ത് കൊറിയ അറിയാമല്ലോ, കിം ജോങ് യുന്നാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഭരണാധികാരി. ഇനി ക്യാപിറ്റലാണ് പ്യോങ്യാങ്. പ്യോങ്യാങ് ആണ് ക്യാപിറ്റൽ. കറൻസി നോർത്ത് കൊറിയൻ വൺ, അതാണ് അതവിടുത്തെ കറൻസി. ഇനി സൗത്ത് കൊറിയ ജസ്റ്റ് ഓർമ്മ, സൗത്ത് കൊറിയൻ പ്രസിഡൻ്റാണ് മൂൺ ജെയിൻ ആണ് സൗത്ത് കൊറിയൻ പ്രസിഡന്റ്. അതേപോലെ ക്യാപിറ്റൽ സിയോളാണ്. സൗത്ത് കൊറിയൻ വണ്ണാണ് അവിടുത്തെ കറൻസി എന്ന് പറയുന്നത്. 41 പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ നോമിനേറ്റ് 2 members ടു ലോകസഭ ഫ്രം ഡാഷ് കമ്മ്യൂണിറ്റി. അപ്പോൾ പ്രസിഡൻറ്റിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റിയിരുന്ന പിന്നെ ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്? ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 2 പേരെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിഡൻറ്റിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ 2020 അതൊക്കെ മാറിയിട്ടുണ്ട്. ലാസ്റ്റ് അമെൻഡ്മെൻറ്റ് പ്രകാരം, ലാസ്റ്റ് 104ാമത്തെ അമെൻഡ്മെൻറ്റ് പ്രകാരം എന്ത് ചെയ്തിട്ട് 2020 ജനുവരിയോടെ ഈ ഒരു പ്രൊവിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു കളയുന്നുണ്ട്. അതായത് പ്രസിഡൻറ്റിന് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നോമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു പദവി എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തു കളയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇനി എന്തല്ല, വാലിഡ് അല്ല. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ആക്ട് ഈസ് നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത് 42ാമത്തെ അമെൻഡ്മെൻറ്റാണ്. 42nd അമെൻഡ്മെൻറ്റാണ്. 42 4 കൂട്ടിയാൽ 6 അപ്പോൾ 1976 എന്ത് ചെയ്യുന്നത്, ഇന്ദിരാഗാന്ധിയുടെ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പറയപ്പെടുന്ന അമെൻഡ്മെൻറ്റ് കുറേ നടത്തുന്നത്. അപ്പോൾ ഈ അമെൻഡ്മെൻറ്റിനെ പറ്റിയൊക്കെ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ വളരെയധികം ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. 43 ടു ദ റിറ്റ് വിച്ച് റിലേറ്റഡ് അൺലോഫുൾ ഡിറ്റൻഷൻ ഓർ ഇംപ്രിസൺമെൻറ്റ്. അതായത് നമുക്ക് 5 ടൈപ്പ് റിറ്റ് ഉണ്ട്. അതിൽ ഈ അൺലോഫുൾ ഡിറ്റൻഷൻ അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ്, ഒരാളെ അന്യാധീനമായിട്ട് എന്ത് ചെയ്യുക, തടവിൽ വെക്കുന്ന, അതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിറ്റാണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ ഇതിൽ പിക്ചറിൽ തന്നിരിക്കുന്ന 5 റിറ്റുകളുണ്ട്. 5 റിറ്റിൽ ഒന്ന് റിറ്റ് ഓഫ് പ്രൊഹിബിഷൻ. റിറ്റ് ഓഫ് പ്രൊഹിബിഷൻ്റെ മീനിങ് ആണ് ഫോർബിഡ്. അതായത് എന്താണ്, ലോവർ കോർട്ടിനോട് ഹയർ കോർട്ട് അതായത് കേസ് എടുക്കുമ്പോൾ അവരെ പ്രൊഹിബിറ്റ് ചെയ്യുന്നതാണ് എന്ത്, റിറ്റ് ഓഫ് പ്രൊഹിബിഷൻ. അതേപോലെ റിറ്റ് ഓഫ് ഹേബിയസ് കോർപ്പസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. റിറ്റ് ഓഫ് സെർട്ടിയോറാറി ആണ് ടു ബി ഇൻഫോംഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഏതിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ലോവർ കോർട്ടുകളൊക്കെ ഒരു കേസ് പെൻഡിങ്ങിലായി കഴിഞ്ഞാൽ ഹയർ കോർട്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, റിറ്റ് ഓഫ് സെർട്ടിയോറാറി ഉപയോഗിക്കും. അതുപോലെ റിറ്റ് ഓഫ് മാൻഡമസ് ഉണ്ട്. മാൻഡമസ് എന്ന് വെച്ചാൽ കമാൻഡ് എന്നാണ് അർത്ഥം. അതായത് ഏതെങ്കിലും ഗവൺമെൻറ് ഒഫീഷ്യൽസ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് അവരോട് ചെയ്യാൻ വേണ്ടി ആജ്ഞാപിക്കുന്ന ഒന്നാണ് മാൻഡമസ്. റിറ്റ് ഓഫ് ക്യോ വാറണ്ടോ ആണ്. അതിൻ്റെ അർത്ഥമാണ് ബൈ വാട്ടർ അതോറിറ്റി, അതാണ് അതിൻ്റെ മീനിങ്, അല്ല അണ്ടർ വാട്ടർ അതോറിറ്റി. അതായത് ഒഫീഷ്യൽ, ഒരു പബ്ലിക് ഒഫീഷ്യൽസ് അവരുടെ ഓഫീസ് ഇതിൻ്റെ എന്ത് അതോറിറ്റിയുടെ അധികാരത്തിലാണ് അവരവിടെ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അനധികൃതമായിട്ടാണോ എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു റിട്ടാണ് ക്യോ വാറണ്ടോ.
44 വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡ്സ് ഫോർ യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് സ്റ്റാൻഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 ഇപ്പോൾ ഗോവയിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളൂ. 45 ഹൂ ഈസ് എ പാരൻറ്റ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ആസ് ദി കേസ് മേ ബി വാർഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years. വിച്ച് അമെൻഡ്മെൻറ്റ് ആക്ട് ആഡഡ് ദീസ് ലൈൻസ് ഇൻ ടു ദി പാർട്ട് 4A ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് 6 മുതൽ 14 വരെ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്ന ആ ഒരു അമെൻഡ്മെൻറ്റാണ് 86ാമത്തെ അമെൻഡ്മെൻറ്റാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൊണ്ടുവരുന്നത്. 46ാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോകായുക്ത. ലോകായുക്ത കൊണ്ടുവരുന്ന ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. ലോകായുക്ത അതേപോലെ ലോക്പാൽ, സെൻട്രലിലുള്ളതാണ് ലോക്പാൽ. ഈ ലോകായുക്ത ലോക്പാലും എന്താണ്, അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. 47 പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ഈസ് നോൺ ബൈ ദ ഇയർ. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത് 2005. ഇൻ വിച്ച് ഇയർ ദി ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡെല്ലേഴ്സ് ആക്ട്. അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ഫോറസ്റ്റ് ഡെല്ലേഴ്സ് ആക്ട് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത് 2006. എന്നാൽ അത് പല പേരുകളായിട്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ട്രൈബൽ റൈറ്റ്സ് ആക്ട് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ട്രൈബൽ ലാൻഡ് ആക്ട്. ഇതൊക്കെ എന്താണ്, സെയിം സംഭവം തന്നെയാണ്. അത് ഇനാക്ട് ചെയ്യുന്ന 2006 കമൻസ് ചെയ്യുന്നത് നിലവിൽ വരുന്നത് എന്ത് ചെയ്യുന്നതാണ്, 2007. 49 ടോൾ ഫ്രീ നമ്പർ ഓഫ് ചൈൽഡ് ലൈൻ ഇൻ ഇന്ത്യ. ചൈൽഡ് ലൈന് ടോൾ ഫ്രീ നമ്പർ ഏതാണ്, 1098 1098. ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു ഫാക്ട്സ് കൂടി പറയാം. ഒന്ന് പോക്സോ ആണ്. പോക്സോ ആക്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. 2012 എന്ത് ചെയ്യുന്നത്, പോക്സോ ആക്ട് വരുന്നത്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആണ്. അതിൻ്റെ ഫുൾ ഫോം 2012 വരുന്നത്. 18 ഏജിന് താഴെയുള്ളവരൊക്കെ എന്ത് വരും, ഈ ഒരു നിയമത്തിൻ്റെ പരിധിയിൽ വരും. അതായത് ചൈൽഡായിട്ട് കാണാം. 50 അണ്ടർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അണ്ടർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് കം അണ്ടർ ദി എക്സെപ്ഷൻ ഫ്രം ഡിസ്ക്ലോസർ ഓഫ് ഇൻഫർമേഷൻ. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, വിവരം കൊടുക്കാത്ത ചില ഇൻഫർമേഷൻസ് ഉണ്ട്. അതിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എഫക്ട് ദി സവർണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. ഈ ടൈപ്പ് ഇൻഫർമേഷൻ എന്തല്ല, RTI വഴി അവൈലബിൾ അല്ല. അതേപോലെ ബ്ലീച്ച് ഓഫ് പ്രിവിലേജ് ഓഫ് പാർലമെൻറ്റ്, ആ ഇൻഫർമേഷൻ അവൈലബിൾ അല്ല. അതുപോലെ ക്യാബിനറ്റ് പേപ്പേഴ്സും എന്തല്ല, അവൈലബിൾ അല്ല. എന്നാൽ അഫിഡവിറ്റ് സബ്മിറ്റഡ് ബൈ കാൻഡിഡേറ്റ്സ് ഫോർ ജനറൽ ഇലക്ഷന് വേണ്ടി സബ്മിറ്റ് ചെയ്ത അഫിഡവിറ്റ് എന്ത് ചെയ്യുക, നമുക്ക് RTI ആപ്ലിക്കേഷൻ വഴി എന്ത് ചെയ്യുക, ഒരാൾക്ക് ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. 51 അന്ത്യോദയ അന്ന യോജന. AAY schemes to provide fruit grains at highly subsidized rate to the following target group of. അതായത് AAY അന്ത്യോദയ അന്ന യോജന എന്നുള്ളത് ഏത് ആൾക്കാരെ ഉദ്ദേശിച്ചുള്ളതാണ്, അത് പ്യൂറസ്റ്റ് BPL ഫാമിലീസ് ഐഡൻറ്റിഫൈഡ് ബൈ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇതിൽ ഒന്ന് ഓർമ്മിക്കാനുള്ളത്, അന്ത്യോദയ അന്ന യോജനയുടെ ലോഞ്ച് ചെയ്ത ഡേറ്റ് 2000. അതേപോലെ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി ആണ്. പിന്നെ ഉള്ളത് ഏത് ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് എന്ന് വെച്ചാൽ എന്താണ്, പ്യൂറസ്റ്റ് BPL ഫാമിലിയാണ്. ഓൾ BPL ഫാമിലി അല്ല, പ്യൂറസ്റ്റ് BPL ഫാമിലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, സ്റ്റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്യൂറസ്റ്റ് BPL ഫാമിലി. 52 വിച്ച് ഗവൺമെൻറ് സ്കീം പ്രൊവൈഡ് ₹500 ആസ് ബർത്ത് ഗ്രാൻഡ് ടു ദി മദർ ഓൺ ഡെലിവറി ഓഫ് എ ബേബി ഗേൾ ആസ് വെൽ ആസ് ആനുവൽ സ്കോളർഷിപ്പ് ഫോർ ദി ഗേൾസ് ചൈൽഡ് എഡ്യൂക്കേഷൻ. അതായത് ഒരു പെൺകുട്ടിയെ ഒരു കുട്ടിയെ പ്രസവിക്കുന്നതിലൂടെ 500 രൂപയും അമ്മക്ക് 500 രൂപയും, അതേപോലെ ഡെലിവറി ഓഫ് ബേബി ഗേൾ ആസ് വെൽ ആസ് എൻ ആനുവൽ സ്കോളർഷിപ്പ് ഫോർ ദ ഗേൾസ് ചൈൽഡ് എഡ്യൂക്കേഷൻ. അതേപോലെ ഗേൾസ് ചൈൽഡിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി ആനുവൽ സ്കോളർഷിപ്പും ഏർപ്പെടുത്തുന്ന സ്കീം എന്ന് പറയുന്നത് ബാലിക സമൃദ്ധി യോജനയാണ്. ബാലിക സമൃദ്ധി യോജന പേരിൽ തന്നെ ഉണ്ട്, ബാലിക സമൃദ്ധി യോജന. അതേപോലെ ബാലിക സമൃദ്ധി യോജനയുടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഒന്ന് നോക്കാം, മഹിളാ സമൃദ്ധി യോജന. അപ്പോൾ മഹിളാ സമൃദ്ധി യോജന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോൺ ടു വുമൺ എൻ്റർപ്രണേഴ്സിന് ലോൺ അവൈലബിൾ ചെയ്യുന്ന ഒരു സ്കീമാണെന്ത്, മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന 2 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ഓപ്ഷൻ ഡിയിലെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്താണ്, അത് എഫിഷ്യൻസി വെൽഫെയർ സർവീസ് ഇൻഡൻറ്റ് ഗേൾസ്.
അതായത് ഗേൾസ് ചിൽഡ്രന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നത്. 2015 ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ലോഞ്ച് ചെയ്യുന്ന ഡേറ്റ് എന്ത് ചെയ്യണം, ഓർമ്മിച്ച് വെക്കണം. പിന്നെ അടുത്തൊരു സ്കീം എന്ന് പറയുന്നത് എന്താണ്, സുകന്യ സമൃദ്ധി അക്കൗണ്ട്. ആ ഓപ്ഷൻ സിയിലുള്ള സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതൊരു അക്കൗണ്ട് സ്കീമാണ്. അതായത് ഒരു എന്താണ് ബാങ്ക് അക്കൗണ്ട് സ്കീമാണ്, സേവിങ്സ് സ്കീമാണ്. ഇതിൽ പാരൻസിനെ എൻകറേജ് ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി, അതായത് കുട്ടി ഫീമെയിൽ ചൈൽഡിനൊക്കെ വേണ്ടിയിട്ട് ജനിച്ച് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അവരതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിനുശേഷം എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ മാരേജിന് വേണ്ടിയിട്ടോ ഈ ഒരു ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു സ്കീമാണിത് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. ലോഞ്ച് ചെയ്ത ഡേറ്റ് ഓർമ്മിക്കുക, 2015 ലോഞ്ച് ചെയ്ത ഡേറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 53. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പണൻറ്റ് അണ്ടർ ഭാരത് നിർമ്മാൺ ആക്ഷൻ പ്ലാൻ ഫോർ ദി റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അതായത് ഭാരത് നിർമ്മാണിൽ പെടാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യം ഭാരത് നിർമ്മാണം എന്താണെന്ന് നോക്കാം. ഭാരത് നിർമ്മാൺ എന്താണ്, ബേസിക് റൂറൽ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന സ്കീമാണ് ഭാരത് നിർമ്മാൺ. അതായത് റൂറലാണ്, അർബൻ അല്ല, അത് ഗ്രാമീണമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിന് വരുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1 ഇറിഗേഷൻ, 2 റോഡ്, 3 ഹൗസിങ്, വാട്ടർ സപ്ലൈ, ഡ്രിങ്കിങ് വാട്ടർ പ്രോഗ്രാം, ഇലക്ട്രിഫിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ. ഒന്നുകൂടി നോക്കാം. ഇറിഗേഷൻ, റോഡ്, വാട്ടർ സപ്ലൈ, ഹൗസിങ്, ഇലക്ട്രിഫിക്കേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ. ഇവയുടെ റൂറൽ ഏരിയയിലുള്ള ഇതിൻ്റെ പ്രവർത്തനമാണ് ഭാരത് നിർമ്മാണമായിട്ട് മെയിനായിട്ട് കൊണ്ടുവരുന്നത്. അത് 2005 കൊണ്ടുവരുന്നത്. എന്നാൽ നമുക്ക് തന്ന ഓപ്ഷനിൽ ഉള്ളത്, അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് എന്താണ്, SHG ആണ്, റൂറൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. അതൊന്നും എന്തില്ല, ഈ ഭാരത് നിർമ്മാണിൽ വരുന്നില്ല. ബാക്കി ഓപ്ഷൻ എയും ഇലക്ട്രിഫിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ, ഹൗസിംഗ് ഒക്കെ ഭാരത് നിർമ്മാണിൽ ഉൾപ്പെടുന്നതാണ്. ക്വസ്റ്റ്യൻ 54. ബെനിഫിഷ്യറീസ് ഓഫ് ഓൾ ഇന്ദിരാ ആവാസ് യോജന പബ്ലിക് ഹൗസ് സ്കീം ഷുഡ് ബി ഐഡൻറ്റിഫൈഡ് ബൈ. അതായത് ഇന്ദിരാ ആവാസ് യോജന വഴി എന്താണ് പബ്ലിക് ഹൗസ് സ്കീം, അതായത് വീട് വെച്ച് കൊടുക്കുന്ന ഒരു സ്കീമാണ് ഇന്ദിരാ ആവാസ് യോജന. അതിൻ്റെ അതിലെ ആൾക്കാരെ കണ്ടെത്തുന്നത് ഏത് വഴിയാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഗ്രാമസഭയാണ് എന്ത് ചെയ്യുന്നത്, അതിൽ അർഹതപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇന്ദിരാ ആവാസ് യോജനയായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് ഇന്ദിരാ ആവാസ് യോജന എന്നല്ല, അത് പ്രീവിയസ് പേരാണ്. ഇപ്പോൾ അത് പ്രധാനമന്ത്രി ഗ്രാമീണ ആവാസ് യോജന എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ 2015 അതേപോലെ തന്നെ ഗ്രാമീണ ആവാസ് യോജന പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അർബൻ ഏരിയയിൽ ഇതിൻ്റെ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. 2022 എല്ലാവർക്കും വീട് എന്നുള്ളൊരു ആശയത്തോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നത്. ആ 2015 എന്ത് ചെയ്യുന്നത്, അത് ലോഞ്ച് ചെയ്തത്. 55ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, അതായത് ICDS സ്കീം ഈസ് മെയിൻലി ഇംപ്ലിമെൻറ്റഡ് ത്രൂ. ICDS സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഏത് വഴിയാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് അംഗനവാടി വഴിയാണ് ICDS പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഈ ICDSുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് ഒന്ന് പറയാം. ഒന്ന് എന്താണ്, സർവീസ് ടു ചിൽഡ്രൻ അണ്ടർ 6 years ഓഫ് ഏജ് ആണ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഒരു കാര്യങ്ങളാണ് ഈ ICDS വഴി മെയിനായിട്ട് നോക്കുന്നത്, അമ്മയുടെയും അതേപോലെ കുട്ടിയുടെയും. ഇനി ലോഞ്ച് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 1975. മിനിസ്റ്റർ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അത് മാത്രമേ ഇതിലിപ്പോൾ മെയിനായിട്ട് ഓർമ്മിക്കാനുള്ളത്. 56ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ ദി ഇയർ. നമ്മളിപ്പോൾ തൊട്ട് മുകളിൽ ഇപ്പോൾ പറഞ്ഞതാണ്. അത് ലോഞ്ച് ചെയ്തപ്പോൾ 1975. 57ാമത്തെ ക്വസ്റ്റ്യൻ. ജവഹർ റോസാഗർ യോജന സ്കീം എയിംഡ് അറ്റ്. ജവഹർ റോസാഗർ യോജന എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് സസ്റ്റൈൻഡ് എംപ്ലോയ്മെൻറ്റ്, അതായത് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ജവഹർ റോസാഗർ യോജന. 58. വിച്ച് ഈസ് ദി പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം സ്റ്റാർട്ടഡ് ഇൻ 1997 ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ ഓഫ് ദി ഗവൺമെൻറ് ഓഫ് കേരള. അതായത് ഗവൺമെൻറ് ഓഫ് കേരളയും SPEM, അതായത് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ ആയി ബന്ധപ്പെട്ട് 1997 സ്റ്റാർട്ട് ചെയ്ത ഒരു പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം, അതാണ് കുടുംബശ്രീ. അപ്പോൾ കുടുംബശ്രീ ആരംഭിച്ചു, ഇതിൽ നിന്നുള്ള മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. കുടുംബശ്രീ ആരംഭിച്ച വർഷം 1998. ഓക്കെ, 97 പറയുന്നത് 97 എന്നാണ് ഇവിടെ. 98 കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി കുടുംബശ്രീ ഇതിൽ നിന്നാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് SPEM, സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ. ഓക്കെ, ആദ്യമായിട്ട് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുന്നത് മലപ്പുറത്താണ് 1998. എന്നാൽ 1999 ആദ്യത്തെ കുടുംബശ്രീ പദ്ധതി വരുന്നത്. അത് ആലപ്പുഴയിൽ. അപ്പോൾ അതുകൂടി ഓർമ്മിക്കുക. അപ്പോൾ കുടുംബശ്രീയുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് വുമൺ എംപവർമെൻറ്റ്.
ഇതാണ് കുടുംബശ്രീയുടെ ഉദ്ദേശ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ കുടുംബശ്രീ തന്നെയാണ്. വിച്ച് സെറ്റ് ഈസ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് കുടുംബശ്രീസ് 3-tier സ്ട്രക്ചർ ഫോർ വുമൺ കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് ഫ്രം ബോട്ടം ലെവൽ ടു ടോപ്പ് ലെവൽ. അതായത് കുടുംബശ്രീയുടെ ആ ഒരു 3-tier സ്ട്രക്ചർ ഉണ്ട്. ഏറ്റവും അടിയിൽ നിന്നുള്ള അത് മുകളിലോട്ട് എത്രത്തോളം വരുന്നുണ്ട് അത് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആണ്. ഫസ്റ്റ് വരുന്നത് നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ് ആണ്. NHG എന്ന് പറയുന്നത് അയൽക്കൂട്ടം മലയാളത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് ചേർന്ന് കഴിഞ്ഞതാണ് എന്ത് ഏരിയ ഡെവലപ്മെൻറ്റ്. അതിൻ്റെ മുകളിലോട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, ADS എന്നറിയപ്പെടുന്നത്. ഇനി അതിൻ്റെ മുകളിലുള്ള ഡിവിഷനാണ് ഏറ്റവും ടോപ്പ് ലെവൽ വരുന്നതാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, CDS എന്ന് പറയുന്നത്. 60ാമത്തെ ക്വസ്റ്റ്യൻ മഹിളാ സമൃദ്ധി യോജന പ്രൊവൈഡ്സ്. മഹിളാ സമൃദ്ധി യോജന നമ്മൾ മുകളിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ അത് എന്താണ്? മൈക്രോ ഫിനാൻസ് ടു വുമൺ എൻ്റർപ്രണറിന് മൈക്രോ ഫിനാൻസ്, അതായത് ധനസഹായം നൽകുക അല്ലെങ്കിൽ ലോൺ നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് എന്ത് ചെയ്യുന്നത് മഹിളാ സമൃദ്ധി യോജന വന്നത്. 61 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.